ഇപ്പൊ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പറവൂർ ഡോൺ ബോസ്കോ പള്ളിയിലെ പന്തൽ കാൽനാട്ടൽ ചടങ്ങിനെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തെ നയിക്കട്ടെ എന്ന് ആശംസിച്ച് പള്ളി വികാരി പ്രിൻസ് പാട മാട്ട്മേൽ എല്ലാം നാളെ പറയാമെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഫലം അറിയുന്ന നാളെ തിരുവനന്തപുരത്താകും വി ഡി സതീശൻ ഉണ്ടാവുക. നാളെ വിസ്മയം സംഭവിക്കും അല്ലേ? രണ്ട് വാക്ക് 24 മണിക്കൂറിലുള്ളൂ. പ്രതീക്ഷ ഒന്നും പറയുന്നില്ല. ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള വിളി ആളും കൂടെ ഉണ്ടാവുള്ളൂ. എന്താണ് റഹീമുണ്ട് വിവരങ്ങളുമായിട്ട്. റഹീമേ, അപ്പം പ്രതിപക്ഷ നേതാവ് ഇന്നൊന്നും മിണ്ടിയില്ല, എല്ലാം നാളെ പറയും. സിധു, തീർച്ചയായും. അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറവൂരിലെ ഡോൺ ബോസ്കോ പള്ളിയിൽ ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് എത്തിയതായിരുന്നു. അദ്ദേഹം എത്തിയതനുസരിച്ച് നമ്മളിവിടെ എത്തിയതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ അദ്ദേഹത്തിന് പ്രതികരിച്ചു. കാരണം ഇനി റിസൾട്ട് വരാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് അദ്ദേഹത്തിന് പ്രതികരണം എന്നത് തേടാനാണ് നമ്മൾ എത്തിയത്. പക്ഷേ ഒന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, നമ്മൾ മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതായത് പ്രതിപക്ഷ നേതാവ് എന്ന വിളി ഇന്നുകൂടി ഉണ്ടാകുമോ ഉള്ളോ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി UDFന്റെ പ്രതീക്ഷകൾ എന്നൊക്കെ നമ്മൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചെങ്കിലും എല്ലാത്തിനും വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി എല്ലാം നാളെ പ്രതികരിക്കാം എന്നുള്ളതാണ്. വോട്ടെണ്ണൽ ദിവസം അദ്ദേഹം എറണാകുളത്തില്ല, അദ്ദേഹം തിരുവനന്തപുരത്തായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയപ്പോൾ പള്ളി വികാരി അദ്ദേഹത്തിന് ആശംസ അറിയിച്ചത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നുള്ളതായിരുന്നു. അതായത് പറവൂർ അദ്ദേഹത്തിന്റെ മുഖത്തും കാണാനുണ്ടായിരുന്നു റഹീമെ.